ഇടുക്കി മുതലക്കോടത്തെ വൃദ്ധസദനത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ്. മികച്ച ജീവിത സൗകര്യം വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്ത പണവുമായി തൊടുപുഴ സ്വദേശി ജീവൻ തോമസ് അയർന്തിലേക്ക് കടന്നു. ജീവിതകാലം മുഴുവൻ മെച്ചപ്പെട്ട താമസം, ചികിത്സാ സൗകര്യം, മികച്ച പരിചരണം എന്ന പരസ്യവാചകങ്ങളിൽ വിശ്വസിച്ചാണ് 2 വർഷം മുമ്പേ കോഴിക്കോടുകാരൻ കൊച്ചഗസ്തി മുതലക്കോടത്തെ വൃദ്ധസദനത്തിലെത്തിയത്. പല തവണകളായി വൃദ്ധസദനത്തിന്റെ നടത്തിപ്പുകാരൻ ജീവൻ തോമസിന് 11 ലക്ഷം രൂപ നൽകി. തുടക്കത്തിൽ പറഞ്ഞതെല്ലാം പാലിച്ചെങ്കിലും ജീവൻ വിദേശത്തേക്ക് കടന്നതോടെ ചികിത്സയും പരിചരണവും മുടങ്ങി. വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ ജീവൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മാനസിക വെല്ലുവിളി നേരിടുന്നവരടക്കം 7 പേർ താമസിക്കുന്നിടത്ത് ആകെയുള്ളത് ഒരു ജീവനക്കാരി മാത്രം. മതിയായ രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന വൃദ്ധസദനത്തിനെതിരെ പരാതിപ്പെട്ടിട്ടും നടപടി ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ മുക്കിലും മൂലയിലും വൃദ്ധസദനങ്ങൾ ഇങ്ങനെ മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആൾക്കാർ നടത്തുന്നുണ്ട്. എല്ലാ വൃദ്ധസദനങ്ങളും അല്ല, എന്നാൽ ജെനുവിൻ ആയിട്ട് ഒരുപാട് വൃദ്ധസദനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ കുറെ പേര് നടത്തുന്ന വൃദ്ധസദനങ്ങൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരിൽ നിന്ന് പൈസ തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ലക്ഷ്യം. കാരണം ഇതൊരു ബിസിനസ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആരും നമ്മുടെ പേരൻസിനെ കൊണ്ടുപോയി വലിയ നോക്കാം എന്ന് പറഞ്ഞ് പുണ്യപ്രവൃത്തിയൊന്നും ആരും ചെയ്യത്തില്ല. അതിന്റെ പിന്നിൽ വൻകിട ലാഭമാണ് ഇവർ കൊയ്തെടുക്കുന്നെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നാട്ടിലൊന്നും ആരും നോക്കാനൊന്നും ഇല്ലാതെ പേരൻസ് ഒറ്റപ്പെടുമ്പോൾ, അവർക്ക് വയ്യാതെയും കൂടി ആകുമ്പോൾ അവർ ഇതുപോലെ വൃദ്ധസദനങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിൽ നമ്മുടെ കുട്ടികൾ ആരും നാട്ടിലില്ലാതെ വരികയാണ്. മുന്നോട്ട് പോകുന്തോറും കുട്ടികളെല്ലാം വിദേശത്തിലാവും എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ പേരൻസ് ഒറ്റപ്പെടും. അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ നോക്കാൻ ആളില്ല. അങ്ങനെ വരുമ്പോൾ ഈ വൃദ്ധസദനങ്ങൾ അങ്ങ് ഈ ഈ ഈ ഒരു അവസരം അവർ ഭയങ്കരമായിട്ട് മുതലെടുത്ത് അവർ ഭയങ്കരമായിട്ട് ലാഭം കൊയ്തെടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ നാട് ഇനിയും കടക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഇതിനെതിരെ ഗവൺമെന്റ് എല്ലാവരും നല്ല നടപടിയെടുക്കണം. വൃദ്ധസദനങ്ങൾ നടത്തുന്നവർ ജെനുവിനാണോ, ഇവർക്ക് നടത്താനുള്ള എല്ലാ പരിപാടികളും ശരിയായ രീതിയിലാണോ, അതിൻ്റെ പ്രൊസീജിയർ നീക്കിയേക്കുന്നതെന്നെല്ലാം ഗവൺമെന്റ് അതോറിറ്റീസ് എല്ലാം ഇത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പാവപ്പെട്ട പിള്ളേരുടെ പൈസ ഇവർ തട്ടിയെടുത്തിട്ടാണ് ഇവർ ഈ വൃദ്ധസദനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. വെളിയിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചുമ്മാ പൈസ കിട്ടത്തില്ല. അവർ ഒരുപാട് പാർട്ട് ടൈം വർക്കും അതും ഇതും എല്ലാം ചെയ്ത് അവർ ജോലി ചെയ്താണ് ഈ പൈസ നാട്ടിലേക്ക് അയക്കുന്നത്.